എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റം ആണ്. എക്സ്പേർട്ട് സിസ്റ്റം ആർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് എന്ന പെർട്ടിക്കുലർ ഡൊമൈൻ. ഒരു പെർട്ടിക്കുലർ ഡൊമൈനിലുള്ള കോംപ്ലക്സ് പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അറ്റ് എ ലെവൽ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഇൻ്റലിജൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. ഇറ്റ് പെർഫോം this by extracting knowledge from its knowledge base. അതിൻ്റെ knowledge base എന്നുള്ള knowledge extract ചെയ്തിട്ടാണ് ഇത് പെർഫോം ചെയ്യുക. First expert system was developed in 1970. It solved most complex issues as an expert by extracting knowledge stored in its knowledge base. ഫസ്റ്റ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മോസ്റ്റ് കോംപ്ലക്സ് ഇഷ്യൂസിനൊക്കെ സോൾവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നോളേജ് ബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നോളജ് യൂസ് ചെയ്തിട്ടാണ്. The performance of an expert system is based on expert knowledge stored in its knowledge base. നോളജ് ബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. The more knowledge stored in knowledge base, the more that system improve its performance. ഈ നോളജ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൂടുന്നതിനനുസരിച്ച് ഈ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യും. Example of expert system is suggestion of spelling errors while typing in Google search box. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ സ്പെല്ലിങ്സിൻ്റെ സജഷൻസൊക്കെ വരാറുണ്ട്. അതെന്ന് പറയുന്നത് ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ്. അടുത്ത പറയുന്നത് കോമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. മെയിനായിട്ട് 3 കോമ്പോണൻസ് ആണുള്ളത്. നോളജ് ബേസ്, ഇൻഫറൻസ് എഞ്ചിൻ, യൂസർ ഇൻ്റർഫേസ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നോളജ് ബേസ്. Knowledge base is a type of storage that store knowledge acquired from different experts of particular domain. അതായത് ഡിഫറെൻറ്റ് എക്സ്പേർട്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നോളജിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ നോളജ് ബേസിലാണ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ബിഗ് സ്റ്റോറേജ് ഓഫ് നോളജ്. ഇറ്റ് ഈസ് സിമിലർ ടു ഡാറ്റാബേസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഫർമേഷൻസ് ആൻഡ് റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ ഡൊമൈൻ. ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ്റെ ഇൻഫർമേഷൻസും റൂൾസും ആണ് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കോമ്പണൻ്റാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇൻഫറൻസ് എഞ്ചിൻ ഈസ് ഓൾസോ നോൺ ആസ് ബ്രെയിൻ ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം ആസ് ഇറ്റ് ഈസ് ദ പ്രോസസ്സിംഗ് യൂണിറ്റ് ഓഫ് സിസ്റ്റം. എന്നുവെച്ചാൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇറ്റ് അപ്ലൈസ് ഇൻഫറൻസ് റൂൾ ടു ദ നോളജ് ബേസ് ടു ഡിറൈവ് എ കൺക്ലൂഷൻ. അതെന്ന് പറയുന്നത് നോളജ് ബേസിന് മുകളിൽ ഇൻഫറൻസ് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു കൺക്ലൂഷന് ഡിറൈവ് ചെയ്തിട്ടും. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറൈവിങ് ആൻ എറർ ഫ്രീ സൊല്യൂഷൻ ഓഫ് ക്വറീസ് ആസ് ബൈ യൂസ്. അതായത് യൂസർ ആസ്ക് ചെയ്ത ക്വറീസിന് ഒരു എറർ ഫ്രീ സൊല്യൂഷനും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫറൻസ് എഞ്ചിൻ ദ സിസ്റ്റം എക്സ്ട്രാക്ട് നോളജ് ഫ്രം നോളജ് ബേസ്. ഈ ഇൻഫറൻസ് എഞ്ചിനാണ് നോളജിനെ നോളജ് ബേസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 ടൈപ്പ് ഇൻഫറൻസ് എഞ്ചിനാണുള്ളത്. ഡിറ്റർമിനിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിനും പ്രോബബിലിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിനും. ഡിറ്റർമിനിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻസ് ഡ്രോൺ ഫ്രം ദിസ് ടൈപ്പ് ഓഫ് ഇൻഫറൻസ് എഞ്ചിൻ ആർ അസ്യൂം ടു ബി ട്രൂ. എന്ന് വെച്ചാൽ ഇൻഫറൻസ് എഞ്ചിൻ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് റൂൾസ്. രണ്ടാമത്തെ ഇൻഫറൻസ് എഞ്ചിനാണ് പ്രോബബിലിസ്റ്റിക് ഇൻഫറൻസ് എഞ്ചിൻ. അതിൻ്റെ ഈ കൺക്ലൂഷൻസിൽ നമുക്ക് അൺസർട്ടനിറ്റി ഉണ്ടാവും. അതെന്ന് പറയുന്നത് പ്രോബബിലിറ്റീനെ ബേസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ കോമ്പണൻ്റാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് യൂസർ ഇൻ്റർഫേസ് എക്സ്പേർട്ട് സിസ്റ്റം ഇൻട്രാക്ട് വിത്ത് യൂസർ. എക്സ്പേർട്ട് സിസ്റ്റത്തിന് യൂസറായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസർ ഇൻ്റർഫേസ്. ഇറ്റ് ടേക്ക് ക്വറീസ് ആസ് ഇൻപുട്ട് ഇൻ എ റീഡബിൾ ഫോമാറ്റ്, പാസ് ഇറ്റ് ടു ഇൻഫറൻസ് എഞ്ചിൻ. അതെന്ന് പറയുന്നത് ക്വറീസിനെ റീഡബിൾ ഫോമാറ്റിലുള്ള ക്വറീസിനെ ഇൻപുട്ടായിട്ട് അക്സെപ്റ്റ് അതിന് ഇൻഫറൻസ് എഞ്ചിന് പാസ് ചെയ്യും. ആഫ്റ്റർ ഗെറ്റിംഗ് റെസ്പോൺസ് ഫ്രം ഇൻഫറൻസ് എഞ്ചിൻ ഇറ്റ് ഡിസ്പ്ലേ ഔട്ട്പുട്ട് ടു യൂസർ. എന്നിട്ട് ഇൻഫറൻസ് എഞ്ചിന് റെസ്പോൺസ് കിട്ടിയാൽ ഔട്ട്പുട്ടായിട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കും. In other words, it is an interface that helps a non-expert user to communicate with expert system to find a solution. അതായത് നോൺ എക്സ്പെർട്ട് യൂസറിന് എക്സ്പേർട്ട് സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ്റർഫേസിനാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. മെയിനായിട്ട് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഹൈ പെർഫോമൻസ്, അണ്ടർസ്റ്റാൻഡബിൾ, റിലയബിൾ, ഹൈലി റെസ്പോൺസീവ്. അതിൽ ഹൈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ expert system provide high performance for solving
any type of complex problem or specific domain with high efficiency and accuracy. കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതിന് എക്സ്പേർട്ട് സിസ്റ്റം ഹൈ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യും വിത്ത് ഹൈ എഫിഷ്യൻസി ആൻഡ് അക്യുറസി. അടുത്തത് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് വെച്ചാൽ വി ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ബൈ യൂസർ. അതായത് റെസ്പോൺസ്, നമ്മളെ എക്സ്പേർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന റെസ്പോൺസ് നമുക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ ടേക്ക് ഇൻപുട്ട് ഇൻ ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് പ്രൊവൈഡ് ഔട്ട്പുട്ട് ഇൻ സെയിം വേ. ഹ്യൂമൻ ലാംഗ്വേജിൽ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനും ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനും എക്സ്പേർട്ട് സിസ്റ്റത്തിന് പറ്റും. റിലയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മച്ച് റിലയബിൾ ഫോർ ജനറേറ്റിംഗ് എഫിഷ്യൻസി ആൻഡ് അക്യുറേറ്റ് ഔട്ട്പുട്ട്. അത് എഫിഷ്യൻറ്റും അക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. പിന്നെ ഹൈലി റെസ്പോൺസീവ് എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ് റിസൾട്ട് ഫോർ എനി കോംപ്ലക്സ് ക്വറി ഇൻ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എത്ര കോംപ്ലക്സ് ക്വറിക്കും റെസ്പോൺസ് ചെയ്യാൻ എക്സ്പേർട്ട് സിസ്റ്റത്തിന് പറ്റും. അടുത്ത വരുന്നതാണ് നോളജ് റെപ്രസെൻറ്റേഷൻ. ട്രാൻസ്ഫറിങ് നോളജ് ഫ്രം ഹ്യൂമൻ എക്സ്പേർട്സ് ടു കമ്പ്യൂട്ടർ ഇസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ബിൽഡിംഗ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം. ഒരു എക്സ്പേർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ നോളേജിനെ ഹ്യൂമൻ എക്സ്പേർട്ടിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഇഫ് ദെൻ റൂളും സെമാൻറ്റിക് നെറ്റ്വർക്ക്സും പിന്നെ ഫ്രെയിംസും. 3 മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഇഫ് ദെൻ റൂൾസ്. ഇഫ് ദെൻ ആർ പ്രിഡോമിനൻറ്റ് ഫോർ ഓഫ് എൻകോഡിങ് നോളേജ് ഇൻ എക്സ്പേർട്ട് സിസ്റ്റം. അതിന് നമ്മൾ ഇതിനു മുന്നേ ഇഫ് ദെൻ റൂൾസൊക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇഫ് A1 A2 എക്സെട്ര AN ദെൻ B1 B2 എക്സെട്ര BN വേർ ഈച്ച് AI is a condition or situation and BI is an action or conclusion. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് AB then C, അതെന്ന് പറയുന്നത് ഇഫ് A and B is true then C is true. ഇഫ് A then B, if A is true then B is true. ഈ ഒരു മെത്തേഡിലാണ് നമ്മളെ നോളേജിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇഫ് ദെൻ റൂൾ ഉപയോഗിച്ചിട്ട്. അടുത്തത് സെമാൻറ്റിക് നെറ്റ്വർക്ക്സ് ആണ്. അതിൽ നോളേജ് ഇസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. നോളേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സ് ആയിട്ടും പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആയിട്ടുമാണ്. പിന്നെ ദ ഒബ്ജക്ട്സ് ആർ ഡിനോട്ടഡ് ആസ് നോഡ്സ് ഓഫ് ഗ്രാഫിലെ നോഡ്സ് ആയിട്ടാണ് ഒബ്ജക്ട്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് ആർ ഡിനോട്ടഡ് ആസ് ലിങ്ക് ബിറ്റ്വീൻ ദ കറസ്പോണ്ടിങ് 2 നോഡ്സ്. 2 നോഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുന്നത് ലിങ്ക് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് 2 നോഡ്സ് ആയിട്ടാണ്. ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് സെമാൻറ്റിക് നെറ്റ്വർക്ക് യൂസസ് ലിങ്ക് ബിറ്റ്വീൻ നോഡ്സ് ടു റെപ്രസെൻറ്റ് ഈസ് ആൻഡ് ഹാസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. നമ്മൾ സെമാൻറ്റിക് നെറ്റ്വർക്ക്സിൽ കോമൺ ആയിട്ട് റിലേഷൻഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈസ് ആൻഡ് ഹാസ് എ റിലേഷൻഷിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ ഫിഗറാണ് കേട്ടോ ഇതിൽ ഒബ്ജക്ട്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? വെഹിക്കിൾസ്, കാറ്, ഹോണ്ട സിവിക്, നിസ്സാൻ സെൻട്ര, വീൽസ്, എൻജിന്, ബാറ്ററി, പവർ സ്റ്റിയറിംഗ്, ഇതൊക്കെ എന്താണ്? ഓരോ നോട്ട്സാണ്. അതായത് ഒബ്ജക്ട്സിനാണ് നമ്മൾ നോട്ട്സാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ നമ്മൾ റിലേഷൻ കാട്ടാനാണ് നമ്മൾ ഈസ് അല്ലെങ്കിൽ ഹാസ് എന്ന് പറയുന്ന റിലേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കാർ ഈസ് എ വെഹിക്കിൾ ഹാസ് വീൽസ്, കാർ ഹാസ് എൻജിൻ, കാർ ഹാസ് ബാറ്ററി. അങ്ങനെ തമ്മിലുള്ള റിലേഷൻസൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് ഈസ് ഹാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഫ്രെയിംസ്. ഇതിൽ നോളജ് ഇസ് ഡിക്കമ്പോസ്ഡ് ഇൻ ടു ഹൈലി മോഡുലാർ പീസസ് കോൾഡ് ഫ്രെയിംസ്. നോളജിനെ നമ്മൾ ഡിക്കമ്പോസ് ചെയ്ത് ഫ്രെയിംസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. നോളജ് കൺസിസ്റ്റ് ഓഫ് കോൺസെപ്റ്റ്സ്, സിറ്റുവേഷൻസ്, ആട്രിബ്യൂട്ട്സ് ഓഫ് കോൺസെപ്റ്റ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ഹാൻഡിൽ റിലേഷൻഷിപ്പ് ആസ് വെൽ ആസ് ആട്രിബ്യൂട്ട് വാല്യൂസ്. ഇതൊക്കെ എന്തിലുണ്ടാവും? ഒരു നോളജിൽ ഉണ്ടാവും. ഈച്ച് കൺസെപ്റ്റ് മേ ബി റെപ്രസെൻറ്റഡ് ആസ് എ സെപ്പറേറ്റ് ഫ്രെയിം. ഓരോ കൺസെപ്റ്റിനെ നമ്മൾ ഓരോ സെപ്പറേറ്റ് ഫ്രെയിമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. The attributes, the relationship between concepts and procedures are allotted to slots in a frame. ഈ ആട്രിബ്യൂട്ടും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസെപ്റ്റും പ്രൊസീജിയറും ഒക്കെ എന്താണ്? സ്ലോട്ട്സ്, ഓരോ ഫ്രെയിമിൻ്റെ ഓരോ സ്ലോട്ട്സ് ആണ്. അടുത്തത് ദ കണ്ടൻസ് ഓഫ് സ്ലോട്ട് മേ ബി എനി ഡാറ്റ ടൈപ്പ്.
സ്ലോട്ടിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ഏത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും അവ നമ്പർ, സ്ട്രിങ്സ്, പ്രൊസീജിയേഴ്സ് അങ്ങനെ ഏത് വേണമെങ്കിലും അവ സ്ലോട്ടിലെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ദ ഫ്രെയിംസ് മേ ബി ലിങ്ക്ഡ് ടു അതർ ഫ്രെയിംസ്, ഒരു ഫ്രെയിം മറ്റൊരു ഫ്രെയിമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ പ്രൊവൈഡിങ് സെയിം കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആസ് പ്രൊവൈഡഡ് ബൈ സെമാൻറ്റിക് നെറ്റ്വർക്ക്, സെമാൻറ്റിക് നെറ്റ്വർക്കിൽ പ്രൊവൈഡ് ചെയ്ത അതേ ഇൻഹെറിറ്റൻസ്, അതേ കൈൻഡ് ഇൻഹെറിറ്റൻസ് മതി. A frame-based representation is ideally suited for object-oriented programming ടെക്നിക്സിനൊക്കെ സ്യൂട്ടഡ് ആണ് എന്ത് ഈ ഫ്രെയിം ബേസ്ഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഫിഗറാണ് തന്നിരിക്കുന്നത്. ഇതിൽ 2 ഫ്രെയിം ഉണ്ട്, കാറാണ്, പിന്നെ കുറേ സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആട്രിബ്യൂട്ട് സ്ലോട്ട്സ് 3 പിന്നെ ഒരു ഇൻഹെറിറ്റൻസ് സ്ലോട്ടും ഉണ്ട് ഓരോ ഫ്രെയിമിനും. പിന്നെ ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കുറേ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. താങ്ക് യു.